ഹേ ഗായ്സ്, കുറേ നാളല്ലേ കണ്ടിട്ട്. എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരു വീഡിയോ ഇട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര പ്രോബ്ലംസ്. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കുറച്ച് വീഡിയോ ഒക്കെ ഇടുന്ന കുറച്ച് സെലിബ്രിറ്റി അങ്ങനത്തെ ഒരു പാഷൻ, അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പാഷൻ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ ലൈഫാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരും. നോർമൽ ലൈഫ് പോലെയല്ല, നോർമലി കാണുന്ന പോലെയല്ല ആൾക്കാർ നമ്മളെ കാണുന്നത്. എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിളാണ്, പക്ഷെ ഹാപ്പിയാണ്. അങ്ങനെ ഒരു വൈബിലാണ്. അപ്പോൾ എന്താ, ഞാൻ കമൻസ് ഒന്നും കാണാത്തതല്ല. ചില നേരത്തെ വിജയ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതെനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ പറയണ കേട്ടോ. ഉണ്മയായിരിക്കണമെന്നാ ഉമ്മയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് എനിക്ക് ആ കമൻസിനൊന്നും റിയാക്ട് ചെയ്യാൻ അറിയാണ്ടല്ല, പക്ഷേ എനിക്കിപ്പോൾ അത് നീഡല്ല എന്ന് അറിയണതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത്. പലരും, ചിലർ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്, ചിലർ ഹെയ്റ്റേഴ്സായിട്ട് സംസാരിക്കുന്നുണ്ട്, ചിലർ എനിക്ക് ഓപ്പോസിറ്റായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ആരും ആരോടും ദേഷ്യപ്പെടാൻ നിൽക്കരുത്, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ഇന്ന് ഇടാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ റിസൈനൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിലിരിക്കണം. ഞാൻ വിചാരിച്ചു വീട്ടിലിരിക്കുമ്പോൾ ഹാപ്പി ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഹാപ്പി അല്ല. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് അറിയണതുകൊണ്ട് പിള്ളേർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒഴിവുള്ള സമയത്തൊക്കെ എന്നെ പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ എന്നെ ഇന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് ചിമ്മിണി ഡാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. തൃശ്ശൂർ തന്നെ ഉള്ളതാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല, പക്ഷെ ഇപ്പോൾ റീൽസൊക്കെ അവിടുത്തെ ഫേമസ് ആവുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയി നോക്കിയത്. അതിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യുടാ. മറ്റേ സാധനം കാണാൻ പറ്റിയ തൂക്കുപാലം ഉണ്ടെങ്കിൽ ആലക്കുടി ഭാഗത്താണ് ഈ സംഭവം ഉള്ളത്. നമ്മൾ പോകുന്നത് ഇന്ന് ചിമ്മിണി ഡാമിലേക്കാണ്. അടിപൊളി സ്ഥലമാണ്, കാരണം ഞാൻ കണ്ടു കഴിഞ്ഞത് കൊണ്ടാണ് അടിപൊളിയാണെന്ന് ആദ്യം തന്നെ പറയുന്നത് കേട്ടോ. നമ്മൾ പോണ വഴിയിൽ ഒരു ചെറിയ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്, അത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്, അതായത് വീട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർ കയറി, തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ചിമ്മിണി ഡാമിലേക്ക് പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചൊക്കണ എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ട്. ഞാൻ അവിടേക്കൊക്കെ സൈക്കിൾ ഓട്ടി വന്നിട്ടുണ്ട്, പണ്ടാണ് കേട്ടോ, കുറേ കാലങ്ങളായി. ഇപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു, ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മാറി കോടയൊക്കെ വന്നു തുടങ്ങി. മൗണ്ടൈനും ഈ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി തുടങ്ങി കേട്ടോ. ലാസ്റ്റ് നമ്മൾ ചിമ്മിണി ഡാമിൻ്റെ ആ ഒരു എൻഡിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ നിറയെ ചെറിയ വഴികളാണ് പിന്നീട് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വഴിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോർ ചെയ്യുക മീൻസ് നമ്മൾ അവിടെയൊക്കെ പോയി നടന്നും കണ്ടു എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. വെള്ളച്ചാട്ടം ഉണ്ടാവില്ലേ, ഡാം തുറക്കണ ഷട്ടറിൻ്റെ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമൊക്കെ തോന്നി. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് മഴ പെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു കോടയൊക്കെ വന്ന് മേഘങ്ങളൊക്കെ കുറച്ചും കൂടി താഴത്തേക്ക് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഒരു തോണി പോലെ സംഭവമില്ലേ, കൊട്ടവഞ്ചിയാണ്. 400 രൂപയാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എപ്പോഴെങ്കിലും മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ മഴ നമ്മളവിടെ നിന്ന് കൊള്ളേണ്ടി വരും. ഇവൻ്റെ കൂടെയാണ് നമ്മളവിടെ പോയത് കേട്ടോ. ശരത്ത് ഉണ്ട് എന്നാണ് വിളിക്കുക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. അളി ഞങ്ങളെ പിള്ളേരിനെയൊക്കെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ചെറിയ ചെറിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെ പോയാലും നമ്മൾ ആ തിരിച്ച് വന്നോടത്തേക്ക് തന്നെ വരും, പക്ഷേ കുറേ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് വരാൻ പറ്റും. ഗായ്സ്, അപ്പം നമ്മളിങ്ങനെ ചിമ്മിണിയൊക്കെ കണ്ടിട്ട് താഴ്ത്തിക്കില്ല മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. കുറേ വഴികളുണ്ട്, നിറയെ വഴികളാടാ. ആദ്യമായിട്ട് അവിടെ വരണേ. അപ്പോൾ എന്തായാലും കാണാനൊക്കെ ഉണ്ട്. ഒരു വട്ടമൊക്കെ വന്ന് കാണാറുണ്ട്. വന്ന് കാണുക. കപ്പിൾസിനൊന്നും അങ്ങനെ വരാൻ പറ്റിയ ഇതില്ല. സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, നിറയെ ഫാമിലീസാണ്. കുഴപ്പമില്ല, നടന്ന് കുറേ വർത്തമാനം പറഞ്ഞാൽ നടക്കാനുള്ളവർക്ക് ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് നടക്കാം. എന്നിട്ട് വീണ്ടും മറ്റേ അറ്റത്ത് പോയിട്ട് വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോകാം. പരിപാടി ഉണ്ട്, ബോട്ടിങ്ങിന് വരാം. ആ, കൊട്ടവഞ്ചി ഉണ്ട്. 450 രൂപ. 400 രൂപ കാശുള്ളവർക്ക് 400 കൊടുക്കാം. അവര് നമ്മൾ തുഴയണ്ട, വെറുതെ കയറി ഇരുന്നാൽ മതി. അവര് കറക്കിയിട്ടൊക്കെ വിടും. ഭയങ്കര രസമുള്ള പരിപാടികളാണ്, നല്ല നല്ല ആചാരങ്ങൾ. കറക്കി പപ്പടാക്കി വരും. ഒരറ്റത്തുനിന്ന് അത്യാവശ്യം ലോങ്ങൊക്കെ കൊണ്ടുകൊണ്ടെന്ന് തോന്നില്ല. അരമണിക്കൂർ ഉള്ള പരിപാടി ഉണ്ട്. 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 5-6 പേർക്ക് കയറാൻ തോന്നില്ല. 5 പേർക്ക് കയറാം. നൈസായിട്ട് കറക്കിയിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ മഴ ഉണ്ടെങ്കിൽ ഒരു കുട പിടിച്ച് പോവുക. കോട്ട എന്തായാലും കൈ പിടിച്ചിട്ട് വരിക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയ മരങ്ങളോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മഴ കിട്ടിക്കഴിഞ്ഞാൽ സീനാന്നുള്ള കാര്യം ഉറപ്പാണ്. ഫുള്ളാണ്, വേറെ ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഏരിയ ഒന്നും ഇല്ല, ഫുൾ ഓപ്പൺ. അപ്പോൾ എന്തായാലും കോട്ടോ എന്തെങ്കിലും കൊണ്ടുവരിക. ഞങ്ങൾ മറ്റേ കോട്ട് വേണം, 100 രൂപയുടെ കോട്ട്. അതും കൊണ്ടുവന്നാണ് സുഖകരം. ബൈക്കിൽ മഴ നനയാണ്ട് ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് മഴ പെയ്തെടുത്തിട്ടാം, ഒരു കുഴപ്പമില്ല. എന്താ ഹെൽമെറ്റ് ഉള്ളിൽ കയറ്റി വയ്ക്കാം. നമ്മൾ കറക്റ്റ് വഴി തന്നെയല്ലേ പോണേ. വഴിയൊക്കെ എന്തോ പോലെ തുടങ്ങി. അതാണ് ഡാമിൻ്റെ മുകൾ ഭാഗം. ഞങ്ങൾ വന്നത് ഗദ്ദിനാണ് ഞങ്ങൾ വന്നത്, ഡാമിൻ്റെ മുകൾ ഭാഗം. പക്ഷേ ഈ വഴി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിനെ ഇറങ്ങി ഇത് കൂടെ ഇറങ്ങി നടക്കണമെന്ന് മാത്രം. എല്ലാ വഴികളും പോകണം.
ഞങ്ങളവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വ്യൂസും മൗണ്ടൻസും കണ്ട് സന്തോഷമായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ചെറിയ വഴികളുണ്ടായിരുന്നു പറഞ്ഞില്ലേ, എല്ലാ വഴി കൂടി ഞങ്ങളൊന്ന് പോയി നോക്കി. അലൗഡ് ആയ വഴി കൂടെ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകരുത്, നമുക്ക് നോർമൽ ആൾക്കാർക്ക് പോകാൻ പാടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകരുത്. ഇപ്പോൾ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അടിപൊളിയാണ്. ഒരു ഉച്ചവരെയൊക്കെ നിന്ന് കറങ്ങാനുള്ള സമയമൊക്കെ ഉണ്ട്. അധികം അവിടെ നിന്നിട്ട് ചിലവഴിക്കാനുള്ളതൊന്നുമില്ല, ജസ്റ്റ് ഡാം കാണാൻ വരാം. ഇപ്പം അധികം വെള്ളമില്ല, പക്ഷെ നല്ല ക്ലൈമറ്റാണ്. ക്ലൈമറ്റിന് മൗണ്ടെയിനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ ഉറപ്പായിട്ട് വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്. വന്ന് കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു മടങ്ങി വരാം. ഞാൻ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോകുന്നത് കുറേ നാൾക്ക് ശേഷം പുറത്തിറങ്ങിയതല്ലേ, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പോകുമ്പോൾ. രാവിലെ കഴിച്ച ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി. അടുത്ത വീഡിയോ കൂടെ